ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ മുഖ്യസാക്ഷിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് കുഴിച്ചു പരിശോധന ഉൾപ്പെടെ നടത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. മംഗലാപുരത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് മുഖ്യസാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയത്. ശനിയാഴ്ച 8 മണിക്കൂർ നേരം അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയതിന് പിന്നാലെ ഞായറാഴ്ചയും മൊഴി നൽകാനെത്തി. അഭിഭാഷക സംഘത്തിനൊപ്പം ശക്തമായ സുരക്ഷയിലാണ് മുഖ്യസാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി എത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക വിവരങ്ങൾ കൈമാറി. ധർമ്മസ്ഥലയിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്നാണ് മൊഴി. ഈ സ്ഥലങ്ങളുടെ കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. സ്കൂൾ യൂണിഫോമിലുള്ള വിദ്യാർത്ഥിനികളെ അടക്കം 100-ലധികം പേരെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് അവകാശപ്പെടുന്ന പ്രദേശത്ത് ആദ്യഘട്ടത്തിൽ മണ്ണിനടിയിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ശാസ്ത്രീയമായ പരിശോധന നടത്താനാണ് തീരുമാനം. അതിനുശേഷം മാത്രമേ കുഴിച്ചു പരിശോധന ഉൾപ്പെടെ നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. മംഗളൂരുവിൽ കദ്രി പാർക്കിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബൽത്തങ്ങാടിയിലും അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് തുറക്കും. DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരടക്കം ഉൾപ്പെടുന്ന 20 അംഗ പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, മംഗളൂരു.